ആദരണീയനായ അതിഥി അബു അയ്യൂബ് റളിയല്ലാഹു അൻഹുവിനും കെട്ടിയോൾക്കും ഉറക്കം വരുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കയറി വന്ന സന്തോഷം മനസ്സിൽ നുരഞ്ഞു പൊങ്ങുകയാണ്. എങ്ങനെയാണ് അവിടുത്തെ സൽക്കരിക്കുക? ഇരിപ്പുറച്ചില്ല. വല്ല കുറവും വരുമോ? അവിടുന്ന് അസംതൃപ്തനാകുമോ? അവിടുത്തെ ഒട്ടകം കസുവാ മുട്ടുകുത്തിയത് തൻ്റെ വീട്ടുമുറ്റത്താണ്. കാത്തിരുന്നവരെയും ക്ഷണിച്ചവരെയുമൊക്കെ നിരാശരാക്കിയാണ് അത് കൃത്യമായി തൻ്റെ വീട്ടിനു മുന്നിൽ തന്നെ വന്നു നിന്നത്. തനിക്കൊരു പ്രതീക്ഷയുമില്ലായിരുന്നോ? തീരെ ദരിദ്രനായ തൻ്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങില്ല എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ഉള്ളിൻ്റെ തനിക്കത് സാധിക്കാത്തതിലുള്ള നൊമ്പരവും. എല്ലാ പ്രതീക്ഷകൾക്കുമപ്പുറത്താണ് അത് സംഭവിച്ചത്. മാനം മുട്ടെ ഉയർന്നുപോയി. ഉള്ള സൗകര്യങ്ങളിൽ അവിടുന്ന് പൂർണ്ണ സംതൃപ്തനാണ്. പക്ഷേ തനിക്കും കുട്ടികൾക്കും ഒരു സുഖവും തോന്നിയില്ല. അല്ലാഹുവിൻ്റെ പ്രവാചകരാണ് വിരുന്നുകാരൻ. രാത്രിയായി. അവിടുന്ന് വിശ്രമിക്കുകയാണ്. മുകളിലൊരു ചെറിയ മച്ചുണ്ട്. അവിടുത്തെ സൗകര്യത്തിന് ആതിഥേയനും കുടുംബവും അവിടെ വൃത്തിയാക്കി അങ്ങോട്ട് മാറി. ആ ദമ്പതികൾക്കുറക്കം വരുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിൽ കിടക്കാൻ അവർക്ക് വിമ്മിട്ടം. അവർ ഒരു മൂലയിലേക്കൊതുങ്ങി. അതിനിടയിൽ ഞെരുങ്ങിയിരുന്ന ഒരു മൺകൂജ നിലത്ത് വീണുടഞ്ഞു. അതിലുണ്ടായിരുന്ന വെള്ളം മച്ചിൽ ഒഴുകിപ്പരന്നു. വീട്ടുകാരി പരിഭ്രാന്തയായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിലുറ്റുമോ? അവിടുന്ന് പ്രയാസപ്പെടുമോ? ഒരു തുണിക്കഷ്ണം പോലും ആ വീട്ടിൽ എടുക്കാനില്ല. നിലത്തുനിന്ന് ഒന്ന് തോർത്തിയെടുക്കാൻ പാടുപെട്ട് തുടച്ച് അവർ ഉറങ്ങാതെ നേരം വെളുപ്പിച്ചു. രാവിലെ അബു അയ്യൂബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയിട്ടേയില്ല. അങ്ങ് വിഷമിച്ചോ ആവോ? അബു അയ്യൂബ്, നമുക്കും വിരുന്നൂട്ടുന്നവർക്കും നല്ലത് താഴെ കിടക്കുകയാണെന്ന് കരുതിയാണ് ഇവിടെ കിടന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ? ഇല്ല പ്രവാചകരെ. അങ്ങ് താഴെ കിടക്കുമ്പോൾ ഞങ്ങൾ മുകളിലൂടെ ചവിട്ടി നടക്കുന്നത് വലിയ പ്രയാസമായി തോന്നുന്നു. വഹിയും മലക്കുകളും അങ്ങേക്കിറങ്ങുന്നു. ഞങ്ങൾ അവിടുത്തെ മുകളിലും മനസ്സത് സമ്മതിക്കുന്നില്ല പ്രവാചകരെ. സാരമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ താഴേക്ക് പോന്നോളൂ. ഞാൻ മുകളിൽ കിടന്നുകൊള്ളാം, അവിടുന്ന് പറഞ്ഞു. അവർക്ക് ആശ്വാസമായി. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ ആഹാരം മുകളിലേക്ക് എത്തിച്ചു കൊടുക്കും. ബാക്കി വരുന്നത് അവർ കഴിക്കും. അവിടുന്ന് കൈവച്ച് തിന്ന പാത്രത്തിൻ്റെ ആ ഭാഗത്ത് നിന്ന് തന്നെ തിന്നും. ബർക്കത്ത് പ്രതീക്ഷിച്ച് അവിടെ നിന്ന് തന്നെ മക്കളെ തീറ്റും. ഒരിക്കൽ ഉള്ളിക്കൂട്ടാൻ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തിന്ന പാട് കണ്ടില്ല. അവിടുന്ന് ഇതുവരെ ഒന്നും മടക്കി അയച്ചിട്ടില്ല, വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പറ്റിയില്ലേ ആവോ? കഷ്ടമായി. ആശങ്കയോടെ അബു അയ്യൂബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, കൂട്ടാനെന്തേ പിടിച്ചില്ലേ? അല്ല, ഈ കൂട്ടാൻ തിന്നാൻ എനിക്ക് അനുവാദമില്ല. മലക്കുകൾക്ക് ഈ വാസന പറ്റില്ല. നിങ്ങൾ തിന്നുകൊള്ളൂ. അബു അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന് ആശ്വാസമായി. 7 മാസത്തോളം നബി അവിടെ താമസിക്കുകയും ചെയ്തു.